വെള്ളവും വളവും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടും ഓർക്കിഡുകൾ പൂക്കുന്നില്ലേ? ശരിയായ അളവിലുള്ള സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ് ഓർക്കിഡ് ചെടികൾ പൂക്കാൻ മടിക്കുന്നത്. ഭാഗികമായ തണലാണ് ഓർക്കിഡുകൾക്ക് ആവശ്യം എന്ന് പൊതുവെ പറയുമെങ്കിലും ഓരോ ഇനം ഓർക്കിഡിനും ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ തീക്ഷ്ണതയിൽ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കി ഓരോ ഇനത്തിന് അനുയോജ്യമായ സൂര്യപ്രകാശത്തിനനുസരിച്ച് ചെടികളുടെ സ്ഥാനം ക്രമീകരിച്ചാൽ ഓർക്കിഡുകൾ ഉറപ്പായും പൂവിടും. ശാസ്ത്രീയമായി 50% തണലുള്ള സ്ഥലങ്ങളാണ് ഡെൻഡ്രോബിയം നടാനായി റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് വിപണിയിൽ ലഭ്യമായ പല ഇനങ്ങളും സൂര്യപ്രകാശം നേരിട്ട് പതിയുന്നിടത്ത് വളർത്താൻ പറ്റുന്നവയാണ്. കിഴക്ക് ഭാഗത്ത് നിന്നും അധികം ചൂടില്ലാത്തവയിൽ രാവിലെ 10-10:30 വരെ ചെടിയിൽ വീഴത്തക്ക വിധം ക്രമീകരിച്ചാൽ ചെടികൾ എളുപ്പം പൂവിടും. ഉച്ച കഴിഞ്ഞ് പടിഞ്ഞാറ് നിന്ന് ചരിഞ്ഞു വരുന്ന സൂര്യരശ്മികൾക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അവ ചെടിയിൽ പതിയാതെ സൂക്ഷിക്കണം. സൂര്യപ്രകാശം അധികമായാൽ ഇലകൾ മഞ്ഞ കലർന്ന പച്ച നിറമായി ഉണങ്ങിപ്പോകും. കൂടാതെ പൂക്കൾക്ക് വലിപ്പം കുറഞ്ഞ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. സൂര്യപ്രകാശം കുറഞ്ഞാൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലായിരിക്കും. ധാരാളം ഇലകൾ ഉണ്ടായി ചെടി നന്നായി വളരും, പക്ഷേ പൂവിടില്ല. നല്ല തണലിൽ ഇരിക്കുന്ന ചെടികളെ ഒറ്റയടിക്ക് വെയിലത്തേക്ക് മാറ്റിവെച്ചാൽ ഇലകൾ മഞ്ഞ നിറമായി പഴുത്ത് കൊഴിഞ്ഞു പോകും. ഗ്രാജ്വലായി തണൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് പതുക്കെ വെയിലിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ചെടികൾ പുതിയ കണ്ടീഷനുമായി അഡാപ്റ്റഡ് ആകും. ഓർക്കിഡ്സ് പൊതുവെ വളരെ സെൻസിറ്റീവായ പ്ലാന്റ്സ് ആണ്. നമ്മൾ നടാനായി തൈകൾ വാങ്ങുമ്പോൾ ചൂടും പ്രകാശവും അന്തരീക്ഷ ഈർപ്പവും ഒക്കെ ക്രമീകരിച്ച സുഖകരമായ കണ്ടീഷനിൽ അതുവരെ ഇരുന്ന ചെടികളെയാണ് മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നത്. വാങ്ങിക്കൊണ്ട് വന്ന ഉടൻ ചെടികൾ നടാൻ ശ്രമിക്കരുത്. നല്ല തണലിൽ 3-4 ദിവസം വെള്ളം സ്പ്രേ ചെയ്ത് വെച്ച് നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങാൻ അവസരം കൊടുക്കണം. ഇതിന് അക്ലൈമറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം പുതിയ പോട്ടിംഗ് മീഡിയത്തിൽ നട്ട് വീണ്ടും നല്ല തണലിൽ കുറച്ച് ദിവസം കൂടി വയ്ക്കണം. പിന്നീട് പതുക്കെ പ്രകാശം കൂടിയ സ്ഥലത്തേക്ക് മാറ്റി ചെടി എവിടെയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വയ്ക്കാം. ഡെൻഡ്രോബിയം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴോ ചുവട്ടിൽ നിന്ന് ചെടികൾ ഇടയ്ക്ക് മാറ്റുമ്പോഴോ പിന്നീട് കുറേ നാളത്തേക്ക് ഒരു വളർച്ചയും ഇല്ലാതെ നിൽക്കും. മാറ്റങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് ഡെൻഡ്രോബിയം. എൻ്റെ ഡെൻഡ്രോബിയംസ് എല്ലാം രാവിലെ മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ചെടികളിലൊന്നും അമിതമായ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഇല്ല. സ്പൈക്ക് വന്നു കഴിയുമ്പോൾ പൂ വിരിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഴയും വെയിലും പൂക്കളിൽ ഏൽക്കാത്ത വിധത്തിൽ ചെടികൾ മാറ്റിവെക്കും. അപ്പോൾ പൂക്കൾ വാടാതെ കുറച്ചേറെ നാൾ നിൽക്കും. കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പകൽ സമയം ചൂട് നന്നായി കൂടുമ്പോൾ ഇലകൾ മഞ്ഞ കലർന്ന പച്ച നിറമായി തുടങ്ങും. ആ സമയത്ത് തുറസായ സ്ഥലത്തിരിക്കുന്ന ചെടികളെ തണൽ മരങ്ങളുടെ അടിയിലേക്ക് ഞാൻ മാറ്റിവെക്കാറുണ്ട്. ഫെലനോപ്സിസ് ഓർക്കിഡുകൾക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ അന്തരീക്ഷമാണ് വേണ്ടത്. നേരിട്ട് മഴയും വെയിലും ഏൽക്കാത്തിടത്ത് വേണം ഫെലനോപ്സിസ് വയ്ക്കേണ്ടത്. 60 മുതൽ 70% വരെ തണൽ ഉറപ്പായിട്ടും വേണം. ഇലകൾ നല്ല കടും പച്ച നിറമാവുകയും പുതിയ ഇലകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമ്പോൾ ചെടി പൂവിടാൻ വളർച്ചയെത്തി എന്ന് മനസ്സിലാക്കാം. ഈ സമയത്ത് ചെടികളെ കിഴക്ക് നിന്നും ചരിഞ്ഞ് 9-9:30 മണി വരെ രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്ന രീതിയിൽ വയ്ക്കുന്നത് പൂവിടാൻ സഹായിക്കും. ഞാൻ ഈ സ്റ്റാൻഡിൽ ഫെലനോപ്സിസ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ഏറ്റവും മുകളിലത്തെ തട്ടിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് രാവിലെ 9:30 വരെ മാത്രമേ വെയിൽ കിട്ടൂ. ചെടി വളർത്തുന്നിടത്ത് സൂര്യപ്രകാശം അധികമായാൽ വളർച്ച മുരടിച്ച് ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകും. മറ്റിനങ്ങളെ അപേക്ഷിച്ച് മൊക്കാറയ്ക്ക് തണൽ കുറച്ച് മതി. 30% തണൽ ലഭിക്കുന്ന ഇടങ്ങളാണ് നല്ലത്. ദിവസവും കുറച്ച് തണൽ ലഭിക്കുന്നിടത്ത് ചട്ടിയിലും തറയിലും മൊക്കാറ വളർത്താം. എൻ്റെ ചെടികൾ രാവിലെ മുതൽ വൈകിട്ട് 3 മണി വരെ വെയിൽ കിട്ടുന്നിടത്താണ് വെച്ചിരിക്കുന്നത്. സ്പൈക്ക് വന്നു കഴിയുമ്പോൾ മഴയും വെയിലും തട്ടാത്ത രീതിയിൽ മാറ്റിവെക്കും. ബാസ്ക്കറ്റ് പ്ലാന്റുകൾക്ക് 50% തണലും വേരുകളുള്ള ഭാഗത്ത് നല്ല ഈർപ്പാവസ്ഥ ആവശ്യമാണ്. രാവിലത്തെ ചൂട് കുറഞ്ഞ സൂര്യപ്രകാശം ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നല്ലതാണ്. 50% തണൽ ആവശ്യമുള്ള ചെടിയാണ് ഒൻസീഡിയം.
ഇത് വളർത്തുന്നിടത്ത് സൂര്യപ്രകാശം കൂടിയാൽ ഇലകൾ മഞ്ഞ കലർന്ന പച്ച നിറമാകും. തണൽ കൂടിയാൽ കടും പച്ച നിറത്തിലുള്ള ഇലകളാവും കാണപ്പെടുന്നത്. തണൽ അധികമായാലും ചെടിക്ക് ആവശ്യത്തിന് ആരോഗ്യമില്ലെങ്കിലും പൂമൊട്ടുകൾ വിരിയാതെ കൊഴിഞ്ഞു പോകും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ചെടി ഏത് വെറൈറ്റി ആണോ അതിന് പറ്റിയ അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല തണലിൽ നിന്ന് ചെടിയെ പെട്ടെന്ന് വെയിലിലേക്ക് കൊണ്ടുവരരുത്. ചെടി പോലും അറിയാതെ പതുക്കെ പതുക്കെ മാറ്റി അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.